BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തെ പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങളായ ഗോതമ്പ്, മൈദ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് പാർലമെന്റ്. ബഹ്റൈൻ ഫ്ലോർ മിൽസ് കമ്പനി ചെയർമാൻ ബാസം അൽ സായി നടത്തിയ ഗോതമ്പിനും മൈദയ്ക്കും വില വർദ്ധിപ്പിക്കണമെന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് പാർലമെന്റ് നയം വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ള വില വർധന ജനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നും പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം പറഞ്ഞു. പൗരന്മാരുടെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങരുതെന്നും സർക്കാർ പ്രതിനിധികളും കമ്പനി ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നത് കമ്പനി ലാഭത്തിലാണെന്നതിന് തെളിവാണ്. ആ പണം ഈടാക്കാനാകും. വിലവർദ്ധനവിനായുള്ള ചെയർമാന്റെ ആവശ്യമെന്നും സ്പീക്കർ ആശങ്ക പ്രകടിപ്പിച്ചു. കമ്പനിയുടെ ആവശ്യം നിരസിക്കണമെന്നും ബദൽ മാർഗം കാണണമെന്നും സ്പീക്കർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അവശ്യ വസ്തുക്കളുടെ വിലയിൽ സ്ഥിരത നിർത്തണമെന്നും അനാവശ്യ സാമ്പത്തിക സമ്മർദ്ദം ജനങ്ങളിൽ ഉണ്ടാക്കരുതെന്നും അറിയിച്ച പാർലമെന്റ് അതിനുള്ള നീക്കങ്ങളെ എതിർക്കുകയും ചെയ്തു. വിസ പ്രോസസ്സിനായി VFCനെ സമീപിക്കുന്നവരെ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന VFS നടപടിക്കെതിരെ പ്രവാസി ലീഗൽ സെൽ എല്ലാ രേഖകളുണ്ടെങ്കിലും നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷകൾ നിരസിക്കുന്നതായും കൃത്യമായി പ്രോസസ് ചെയ്യണമെങ്കിൽ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും ഉപഭോക്തൃ നിയമം അനുസരിച്ചും അൺഫെയർ ട്രേഡ് പ്രാക്ടീസായും ഇത് കണക്കാക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നിവേദനത്തിൽ പ്രധാന ആവശ്യം. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തും മറ്റും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണാനായി VFS നേതൃത്വം ശ്രമിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ വക്താവ് സുധീർ തിരുനെല്ലത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് ബഹ്റൈൻ നിയമകാര്യ ആക്ടിംഗ് തൊഴിൽ മന്ത്രി യൂസുഫ് ബിൻ അബ്ദുൽ ഹുസൈൻ ഗലഫുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധതയെ ഗലഫ് കൂടിക്കാഴ്ചയിൽ എടുത്തു പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ബഹ്റൈന്റെ വിപുലമായ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും രാജ്യത്ത് നിലനിൽക്കുന്ന മികച്ച ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും മന്ത്രി വാചാലനായി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ സൂചിപ്പിച്ച അംബാസഡർ രാജ്യത്തെ മികച്ച തൊഴിൽ അന്തരീക്ഷത്തെയും ബഹ്റൈന്റെ പുരോഗതികളെയും വികസനത്തെയും പ്രശംസിച്ചു. ബഹ്റൈനിലെ തൊഴിൽ നിയമങ്ങൾ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണെന്നും തൊഴിലിടങ്ങളിലെ മികച്ച പ്രതികരണങ്ങൾ രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും അംബാസഡർ അഭിപ്രായപ്പെട്ടു. നിരോധിക്കപ്പെട്ട ട്രോളിംഗ് വലകളുമായി മത്സ്യബന്ധനം നടത്തിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പിടിയിൽ. ബഹ്റൈൻ മീൻ പിടിക്കുന്നതിന് നിരോധിക്കപ്പെട്ട ബോട്ടും വലകൾ ഉപയോഗിച്ചു എന്ന കോസ്റ്റ് ഗാർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അനധികൃത രീതിയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു ഇവർ. കോസ്റ്റ് ഗാർഡ് അംഗങ്ങളെ കണ്ടയുടനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന് പിടിച്ച ശേഷം കസ്റ്റഡിയിലെടുത്തുകൂടെ. ഇവർ കടലിൽ നിന്ന് പിടിച്ച ചെമ്മീനും കോസ്റ്റ് ഗാർഡ് കണ്ടെത്തി. നേരത്തെ രാജ്യത്ത് ചെമ്മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ കരുത്തായ പ്രതിരോധ സേവന 57ാം വാർഷിക നിറവിൽ 1968 രാജാവ് ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ അൽ ഖലീഫ രൂപം നൽകിയ ബഹ്റൈന്റെ സായുധ സേനയായ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് രാജ്യസുരക്ഷയ്ക്കായി അന്നും ഇന്നും കരുതലായി തുടരുകയാണ്. നാഷണൽ ഗാർഡ് എന്ന നാമധേയത്തിൽ സ്ഥാപിതമായെങ്കിലും 1969 നവംബർ 1-നാണ് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ മൊഴിമാറ്റപ്പെട്ടത്. 1969 ഫെബ്രുവരി 5-നാണ് ആദ്യ സേനാ സംഘം പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. 1999 സൽമാൻ രാജാവിന്റെ കാലശേഷം സായുധ സേനയുടെ സുപ്രീം കമാൻഡറായി ഹമദ് രാജാവ് നിയോഗിക്കപ്പെട്ടു. ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ 2008 ജനുവരി മുതലാണ് നിയോഗിക്കപ്പെടുന്നത്. ഗൾഫ് യുദ്ധമടക്കം നിരവധി പ്രതിരോധ കാലഘട്ടങ്ങളിൽ കോട്ട കെട്ടി കാവലായ സേനയ്ക്ക് 57ാം നിറവിൽ ഹമദ് രാജാവും കിരീടാവകാശിയും പ്രശംസകൾ അറിയിച്ചു. വാർഷികോത്സവത്തോടനുബന്ധിച്ച് ഹമദ് രാജാവ് കഴിഞ്ഞ ദിവസം BDFന്റെ ബേസിൽ സന്ദർശനം നടത്തി. സേനയുടെ കരുത്തായ സുപ്രീം കമാൻഡർ ഹമദ് രാജാവിന്റെ പിന്തുണയ്ക്കും ആശീർവാദത്തിനും സൈനിക മേധാവികൾ പ്രശംസയോടൊപ്പം നന്ദിയും അറിയിച്ചു. BDFനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറായ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പ്രതിബദ്ധതയെ ഹമദ് രാജാവ് പ്രത്യേകം അഭിനന്ദിച്ചു. കൂടാതെ BDF കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ പ്രയത്നങ്ങൾക്കും ഹമദ് രാജാവ് നന്ദി അറിയിച്ചു. BDFന്റെ സൗകര്യങ്ങളും ആയുധശേഷിയും സന്ദർശിച്ച ഹമദ് രാജാവ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനകത്തും പുറത്തും പ്രശംസയോടെയും അർപ്പണബോധത്തോടെയും തങ്ങളുടെ കടമ നിർവഹിക്കുന്ന BDFലെ ഉദ്യോഗസ്ഥർക്ക്
രാജാവ് നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. BDF സ്ഥാപിക്കുന്നതിൽ അടിസ്ഥാനപരമായ പങ്കുവഹിച്ചവരുടെ സംഭാവനകളെ അദ്ദേഹം ഈ അവസരത്തിൽ അനുസ്മരിച്ചു. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനിടയിൽ സഹിക്കേണ്ടി വന്ന സൈനികരുടെ ത്യാഗങ്ങളെ ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സംരക്ഷിക്കുന്നതിനപ്പുറം രാജ്യത്തിൻ്റെ വികസനത്തിനും കാഴ്ചപ്പാടിനും അനുസൃതമായി നൽകുന്ന സേവനങ്ങളെയും മറ്റും രാജ്യങ്ങളുമായുള്ള BDFിൻ്റെ സഹകരണത്തെയും മുഹമ്മദ് രാജാവ് പ്രശംസിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ നിന്ന് വീണുപോയ വിസയും പാസ്പോർട്ടും പണവും റെയിൽവേ സംരക്ഷണ സേനയുടെ സംയോജിത ഇടപെടലിൽ തിരിച്ചുകിട്ടി. ദുബായിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട പത്തനംതിട്ട ചാലപ്പള്ളി രാജുവിന്റെ ഭാര്യ ശാന്തമ്മയുടെ രേഖകളാണ് നഷ്ടപ്പെട്ടത്. സന്ദർശക വിസയിൽ ജോലി തേടി ദുബായിലേക്കുള്ള യാത്രയിലായിരുന്നു ശാന്തമ്മ. വ്യാഴാഴ്ച രാത്രി 7:30 തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ എക്സ്പ്രസ് ജനറൽ ബോഗിയിൽ നിന്നാണ് ബാഗ് തുറന്നപ്പോൾ താഴെ വീണുപോയത്. വിസ, പാസ്പോർട്ട്, വിമാന ടിക്കറ്റ്, 3000 ദിർഹം എന്നിവയാണ് നഷ്ടപ്പെട്ടത്. ട്രെയിൻ ചിങ്ങവനം സ്റ്റേഷൻ പിന്നിട്ട് ഉടനെയാണ് വീണുപോയത്. എന്നാൽ എവിടെയാണ് വീണതെന്ന് കൃത്യമായി അറിയാതെ പരിഭ്രാന്തരായ ശാന്തമ്മയ്ക്ക് സഹയാത്രക്കാരൻ ലൈവ് ലൊക്കേഷൻ കണ്ടെത്തി നൽകുകയായിരുന്നു. തുടർന്ന് ശാന്തമ്മയുടെ ഭർത്താവ് രാജു RPFന്റെ സഹായം തേടി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഷിബുവിനോട് വിവരം പറഞ്ഞു. ഇൻസ്പെക്ടർ R. സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം ഷിബു സ്വന്തം ബൈക്കിൽ ഭർത്താവിനെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. ലൈവ് ലൊക്കേഷൻ തേടി ട്രാക്കിലെത്തിയെങ്കിലും ആദ്യം രേഖകൾ കണ്ടെത്താനായിരുന്നില്ല. ട്രെയിൻ വേഗതയിലായിരുന്നതിനാൽ ലൈവ് ലൊക്കേഷൻ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിയവർ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുകയായിരുന്നു. ആ തീരുമാനം തെറ്റിയില്ല. ട്രാക്കിൽ നിന്ന് അല്പം മാറി 500 ദിർഹം ഒഴികെയുള്ള മുഴുവൻ രേഖകളും കണ്ടെടുത്തു. തുടർന്ന് ഇവർ ഒരു ടാക്സി പിടിച്ച് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയം ഇൻസ്പെക്ടർ N. സന്തോഷ് വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ട് വൈകിയെത്തിയാലുള്ള മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. കൃത്യസമയത്ത് തന്നെ രേഖകളുമായി അവർ എത്തിയതോടെ ശാന്തമ്മയ്ക്ക് അതേ വിമാനത്തിൽ യാത്ര തിരിക്കാനായി. പിണറായി വിജയന്റെ കിരാതഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന വിരൽ ചൂണ്ടി സമരം ഇന്ന്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MPയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിൽ മാർച്ച് ചെയ്യുക. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക, അഴിമതി തടയുക, മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിരൽ ചൂണ്ടി സമരം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം K. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് അക്കാമ ചെറിയാൻ സ്ക്വയറിൽ നിന്ന് മാർച്ച് ആരംഭിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കും. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.